ജീവിതത്തിൽ പ്രണയിക്കാത്തവർ വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെയാണ് പ്രണയനഷ്ടം അനുഭവിക്കാത്തവരും. പ്രണയബന്ധങ്ങൾക്ക് വിള്ളൽ വീഴുമ്പോൾ അത് പലരെയും തളർത്തിക്കളയാറുണ്ട്. പ്രണയം നിരസിച്ചാൽ ആക്രമണവും കൊലപാതകവും നടത്തുന്ന ക്രൂര മനസ്സുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി സ്വയം ജീവിതം അവസാനിപ്പിക്കും. നെയ്യാറ്റിൻകരയിലെ മിഥുൻ മോഹൻ എന്ന യുവാവ് ജീവനൊടുക്കിയതും പ്രണയനൈരാശ്യം കാരണമാണ്. ആ കേസിലേക്ക് പോകും മുൻപ് കൊച്ചിയിൽ യുവതിക്ക് നേരെയുണ്ടായ ആക്രമണമാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. രാത്രിയിൽ കൊച്ചിയിലെ ലോഡ്ജുകളിൽ എന്താണിപ്പോൾ സംഭവിക്കുന്നത്? ലഹരി ഇടപാടും അനാശാസ്യവും മാത്രമല്ല, കൊലപാതകവും അക്രമവും അരങ്ങേറുന്ന കാഴ്ച. കഴിഞ്ഞ രാത്രിയിൽ കൊച്ചിയിലെ ലോഡ്ജിൽ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി. എറണാകുളം നോർത്തിലാണ് ലോഡ്ജ് ഉടമ ബെൻജോയ്, സുഹൃത്ത് ഷൈജു എന്നിവർ ചേർന്ന് യുവതിയെ മർദ്ദിച്ചത്. ലോഡ്ജിൽ താമസിക്കാനെത്തിയ യുവതി ഉടമയുടെ സുഹൃത്തുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഇതിനിടെ ഉടമ മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. യുവതിയും സുഹൃത്തുക്കളും അടങ്ങുന്ന 8-അംഗ സംഘമാണ് ഹോട്ടലിൽ താമസിക്കാനെത്തിയത്. എറണാകുളം നോർത്തിലുള്ള ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമയായ ബെൻജോയ്, സുഹൃത്ത് ഷൈജു എന്നിവർ ചേർന്നാണ് ഇന്നലെ രാത്രി യുവതിയെ മർദ്ദിച്ചത്. ലോഡ്ജിൽ സുഹൃത്തുക്കൾക്കുമൊപ്പം താമസിക്കാനെത്തിയതായിരുന്നു യുവതി. ഹോട്ടലിൽ നടന്ന വാക്കുതർക്കത്തിൽ ഉടമ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതികളെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. യുവതിയും സുഹൃത്തുക്കളും അടങ്ങുന്ന 8-അംഗ സംഘമാണ് ഹോട്ടലിൽ 2 മുറിയെടുത്ത് താമസിച്ചിരുന്നത്. രാത്രി പുറത്തുപോയി തിരിച്ചു വന്ന സമയത്താണ് ഹോട്ടലിന്റെ ലോബിയിൽ വെച്ച് ഷൈജുവുമായി വാക്കുതർക്കമുണ്ടായത്. പിന്നീട് ഹോട്ടലുടമ ബെൻജോയ് കൂടി ഇടപെട്ടു. യുവതിയുടെ മുഖത്ത് 2 തവണയാണ് ഇവർ അടിച്ചത്. തുടർന്ന് ഹോട്ടലുടമ മുറിയൊഴിയാൻ ഇവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങൾ നൽകിയ പണം തിരികെ നൽകാതെ മുറിയൊഴിയില്ലെന്ന് ഇവർ പറയുകയും ചെയ്തു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അത് ആക്രമണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുണ്ടായ തർക്കമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്ത് പറഞ്ഞാണ് യുവതിയെ പ്രകോപിപ്പിച്ചതെന്ന് ഇപ്പോഴും പോലീസ് അറിയിക്കുന്നില്ല. എന്തായാലും ഈ മദ്യലഹരിയുമായി ഇടപെട്ട എന്തോ തർക്കമാണ് അവിടെ ഉണ്ടായതെന്നാണ് പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. ഈ ഷൈജു യുവതിയോട് മോശമായി പെരുമാറിയെന്നാണ് യുവതിയും പറയുന്നത്. പ്രണയിച്ചിരുന്നവൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ വലിയ വേദനയും നഷ്ടബോധവും ഉണ്ടാകും. ജീവിതം തന്നെ തീർന്നുവെന്ന് ചിലർക്ക് തോന്നാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മിഥുൻ മോഹൻ എന്ന യുവാവും കാമി ഉപേക്ഷിച്ചപ്പോൾ മാനസികമായി തകർന്നു. കാരണം അവൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചതുമാണ്. പക്ഷേ കാമുകി ബന്ധത്തിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ മിഥുൻ ജീവനൊടുക്കുകയായിരുന്നു. ദേശീയ കായിക താരവും ധനുവച്ചപുരം കോളേജിലെ വിദ്യാർത്ഥിയുമാണ് മരിച്ച മിഥുൻ. ഞാൻ പോയപ്പം അവൻ കരയുന്ന രംഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അവളോട് തൊഴുത് പറയണം, എനിക്ക് നീ ഇല്ലാതെ പറ്റൂല, ഞാൻ ഇത്രയും ദിവസം 5 വർഷം കൊണ്ട് നിന്നെ പ്രണയിച്ചല്ലേ, നീ പെട്ടെന്ന് എന്നെ ഇങ്ങനെ മറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറക്കാൻ പറ്റും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നാൽ നീ പോയി ചാവ് എന്ന നിസ്സാരമായിട്ട് അവൾ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാനും എൻ്റെ മോളോട് എങ്ങനെ സംസാരിക്കും അതുപോലെ ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ട് ഈ 5 വർഷം കൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു, പെട്ടെന്ന് നിനക്ക് ഇപ്പം താല്പര്യം ഇല്ലെങ്കിൽ ശരി ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ മോനോട് ഒരു 5 നിമിഷം സ്നേഹത്തോടെ 5 മിനിറ്റ് സംസാരിക്കുക, എന്നിട്ട് ഞാൻ കുറച്ച് അതിനെ മാറ്റിയെടുത്ത് വിടാമെന്ന് പറഞ്ഞു. പക്ഷേ അവളത് കേട്ടില്ല.
5 വർഷം നീണ്ട പ്രണയം. വീട്ടുകാർ വിവാഹം പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. കാമുകി ബന്ധത്തിൽ നിന്ന് പിന്മാറിയതോടെ മാനസികമായി തകർന്ന യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് ആരോപണം. ധനുവച്ചപുരം കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ബോൾ ബാഡ്മിന്റണിലും ആർച്ചറിയിലും ദേശീയ തലത്തിൽ വരെ മത്സരിച്ച മിഥു മോഹൻ കോളേജിൽ ഒപ്പം പഠിച്ച പെൺകുട്ടിയോട് അടുപ്പത്തിലാവുകയും ചെയ്തു. മാല, ലാപ്ടോപ്പ്, ഐഫോൺ, ഫെൻസിംഗ് കിറ്റ് തുടങ്ങി പെൺകുട്ടിക്ക് ആവശ്യമായ പലതും യുവാവ് വാങ്ങി നൽകിയിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. 3 ലക്ഷം രൂപയും നൽകി. മരണാനന്തര വൈദ്യുതി ലെറ്ററിൽ 3 ലക്ഷം രൂപ, അവൻ്റെ കരുത്തിൽ കിടന്ന ഒരു ചെയിന്, ഒരു 75 രൂപയ്ക്കുള്ള ഒരു ഐഫോണ്, ഞാൻ അവന് വാങ്ങി ഉപയോഗിക്കാൻ കൊടുത്ത ഒരു ലാപ്ടോപ്പ് എന്നിവ കൈക്കലാക്കി. വസ്ത്രങ്ങളും അതും ഇതും. പിന്നെ അവള് കാര്യവട്ടം കോളേജിലാണ് പഠിക്കുന്നത്. അവൾ പഠിച്ചിട്ട് അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് വിളിച്ചേട്ടാ എന്നെ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാറെടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ വേറൊരുത്തന്നെ കമ്പനിയാവുകയും എൻ്റെ മോനെ മാനസികമായി തകർക്കുകയും ചെയ്തു. എൻ്റെ മോനെ നിരന്തരം പോയി ചാകട, പോയി മരിക്കട, അത് ചെയ്യട, ഇത് ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു. ഉപരിപഠനത്തിനായി പോയ പെൺകുട്ടി അവിടെ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലാവുകയും മിഥുനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും പറയുന്നു. വിഷാദത്തിലേക്ക് വഴുതി വീണ യുവാവ് ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. ആത്മഹത്യാക്കുറിപ്പിന്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. പട്ടാളക്കാർക്ക് കൊമ്പുണ്ടോ എന്ന് ചോദ്യം, പിന്നീട് ക്രൂരമർദ്ദനം. വയനാട് പുൽപ്പള്ളിയിലെ അജിത്ത് എന്ന സൈനികന് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്നും നേരിടേണ്ടി വന്നത് മൃഗീയമായ മർദ്ദനമാണ്. ആക്രമണത്തിൽ സൈനികന്റെ കാലിന് പൊട്ടലുണ്ട്. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുമുണ്ട്. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് പോലീസുകാർ സൈനികനെ മർദ്ദിച്ചത്. പരുക്കേറ്റ അജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൈനികനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ 5-ന് പുൽപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടായിരുന്നു സംഭവം. ക്ഷേത്ര പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസും അജിത്തും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് പട്ടാളക്കാരനാണെന്ന് പറഞ്ഞതോടെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അജിത്ത് ആരോപിച്ചു. പുൽപ്പള്ളി സ്റ്റേഷനിലെത്തിച്ചും മർദ്ദനം തുടർന്നു. ജനങ്ങൾ കൂടി നിൽക്കുന്നത് കൊണ്ട് എവിടെ പാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം പാർക്ക് ചെയ്യേണ്ടത് എവിടെയെന്ന് അറിയാൻ മേലാതെ ഒരു സൈഡിൽ കൊണ്ടിട്ടു. അത് ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് ആണോ എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അത് അവിടെ പാർക്കിംഗ് സ്ഥലമല്ല, ബൈക്ക് കൊണ്ട് മാറ്റിയിട്ടാൽ നായിൻ്റെ മോനെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, സാറേ എനിക്ക് എവിടെ എഴുതേണ്ടതെന്ന് അറിയത്തില്ല, ഇത് 4 വീലറല്ലോ 2 വീലറാണല്ലോ, അത് ഞാൻ മാറ്റിയിട്ടോളാന്ന് പറഞ്ഞപ്പോൾ നിന്നോട് പറഞ്ഞാൽ എനിക്ക് നീ അനുസരിച്ചില്ലടാ, പുറകിൽ നീ കോളൊക്കെ പിടിച്ച് വലിച്ചത് ഇവിടുത്തെ ഒറ്റ അടിയാണ് കൊടുത്തു. ആ അടി വന്നപ്പോൾ ഇവന് ഇവിടെ അങ്ങ് തരിച്ചു പോയി. പ്രതീക്ഷിക്കാത്ത അടി ആയതുകൊണ്ട് ഇവനും റിയാക്ഷൻ ചെയ്തു. രണ്ടാമത്തെ അടിക്ക് മൊബൈലിന് ടയറടിച്ചു. മൊബൈൽ തെറിച്ച് പോയി, ചെതറി പോയതുകൊണ്ട് ഞങ്ങളെ ഒന്നും ഇവന് വിളിക്കാൻ പറ്റിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിത്തിന്റെ വലതുകാലിന് പൊട്ടലുണ്ട്. ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകളുമുണ്ട്. വെസ്റ്റീൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ നവീൻ ബെഞ്ചിത്ത് ആശുപത്രിയിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. സൈനികനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പുൽപ്പള്ളി പോലീസിന്റെ വിശദീകരണം. ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണത്തിന് ചുമതലപ്പെടുത്തിയിരുന്ന പോലീസുകാരനുമായി സൈനികൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തർക്കത്തിനിടെ അജിത്ത് ഹെൽമറ്റ് ഉപയോഗിച്ച് പോലീസുകാരനെ ആക്രമിച്ചു. തുടർന്ന് നാട്ടുകാരിടപെട്ട് അജിത്തിനെ സ്ഥലത്ത് പിടിച്ചുവെച്ചു. ഇതിനിടെയുണ്ടായ ഉന്തിലും തള്ളിലുമാവാം സൈനികന് പരിക്കേറ്റത്. ആശുപത്രിയിലേക്ക് മാറ്റും മുമ്പ് 20 മിനിറ്റ് മാത്രമാണ് സൈനികൻ സ്റ്റേഷനിലുണ്ടായിരുന്നത്. താൻ സൈനികനാണെന്ന് അജിത്ത് പറഞ്ഞിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും കേട്ടത്. കേസിൽ താരത്തിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ജാമ്യത്തിൽ വിട്ടയക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. സർക്കാർ നിലപാട് കൂടി കണക്കിലെടുത്താണ് കോടതിയുടെ തീരുമാനം. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യ ഹർജിയെ സർക്കാർ കോടതിയിൽ എതിർത്തില്ല. സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും അന്വേഷണം പൂർത്തിയായതായും പോലീസ് കോടതിയെ അറിയിച്ചു. 22-ന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി കോടതിയിൽ വ്യക്തമാക്കി. ഇതോടെയാണ് കേസ് പരിഗണിച്ച ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ച് സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. നേരത്തെ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത് എഫ്ഐആർ പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത്. കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണമെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വഴിതടഞ്ഞ മാധ്യമപ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. കോഴിക്കോട് നടക്കാവ് പോലീസ് കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ഒക്ടോബർ 27-ന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കേസിൽ ആദ്യം 354A-യും 1-4 എന്നീ ഉപവകുപ്പുകളും ചേർത്തിരുന്നു. ലൈംഗിക ദുസ്സൂചനയോടെ സ്പർശിച്ചു എന്ന കുറ്റമാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. തുടരന്വേഷണത്തിൽ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള 354 വകുപ്പ് കൂടി പിന്നീട് പോലീസ് ചേർത്തു. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ISROയിൽ ജോലി, മാസം ലക്ഷങ്ങൾ ശമ്പളം. ഇങ്ങനൊരു പരസ്യം കണ്ടാൽ ആരും വീണുപോകും. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2 പേരിൽ നിന്നായി 4 അംഗ സംഘം 5 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തത്. സംഭവത്തിൽ തിരുവനന്തപുരം കിളിമാനൂർ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തട്ടിപ്പിൽ കൂടുതൽ പേർ ഇരകളായോ എന്ന സംശയവും പോലീസിനുണ്ട്. രണ്ട് വർഷം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. ISRO റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്നുള്ളവരാണെന്ന വ്യാജേനയാണ് പ്രതികളെത്തിയത്. ISROയിൽ ഹെവി ഡ്രൈവറായി തിരുവനന്തപുരം പാലോട് സ്വദേശി മനോജിനും ഭാര്യയ്ക്ക് പബ്ലിക് റിലേഷൻസ് ഓഫീസറായും ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇവരിൽ നിന്ന് 3,40,000 രൂപ തട്ടിയെടുത്തു. ISROയിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കടയ്ക്കൽ സ്വദേശി ലിജിയുടെ പക്കൽ നിന്ന് പ്രതികൾ തട്ടിയെടുത്തത് 1.5 ലക്ഷം രൂപയാണ്. സംഭവത്തിൽ കിളിമാനൂർ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പണം കൈമാറിയ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. പാലോട് സ്വദേശി അനിൽകുമാർ, കിളിമാനൂർ സ്വദേശി അർജുൻ, ഇടവക്കോട് സ്വദേശി സന്തോഷ്, സ്മിത എന്നിവരാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ ഒളിവിലാണ്. കൂടുതൽ പേർ തട്ടിപ്പിനിരകളായോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. IPC 406, 420, 434 വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടാണ് കള്ളന്മാരുടെ കറക്കം. പകൽ സമയം ഇത്തരം വീടുകൾ നിരീക്ഷിക്കും, രാത്രി കവർച്ച. കാസർഗോഡ് ചെറുവത്തൂരിൽ ആളില്ലാത്ത വീട്ടിൽ നിന്ന് പണവും വസ്ത്രങ്ങളും ഫോണും ഉൾപ്പെടെ മോഷ്ടിച്ചു. ചെറുവത്തൂർ സ്വദേശി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മോഷ്ട സംഘത്തിൽപ്പെട്ട മലപ്പുറം സ്വദേശി ഷിബിലിയെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. ഞായറാഴ്ച പുലർച്ചെയാണ് ചെറുവത്തൂർ കയ്യൂർ റോഡിലെ ബാലകൃഷ്ണന്റെ വീട്ടിൽ കവർച്ച നടന്നത്. വീട്ടിനകത്തെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വിദേശ കറൻസികൾ, 2 മൊബൈൽ ഫോണുകൾ, വില കൂടിയ പുതിയ വസ്ത്രങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത്. വീട്ടിൽ മറ്റൊരു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായില്ല. ബാലകൃഷ്ണനും ഭാര്യ ജയഭാരതിയും കുടുംബവും ശനിയാഴ്ച രാവിലെ യാത്ര പോയതായിരുന്നു. വീട്ടിൽ ആളില്ലാത്തത് അറിഞ്ഞാണ് മോഷണ ശ്രമമെന്ന് പോലീസ് സംശയിക്കുന്നു. മോഷണ സംഘത്തിൽപ്പെട്ട മലപ്പുറം വയനൂർ സ്വദേശി ഷിബിലി മുഷ്താഖിനെ പരിസര പ്രദേശത്തു നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി.
പോലീസ് എത്തും മുമ്പ് സ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞ തൃശൂർ സ്വദേശിക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷിബിലിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇയാൾ ഉപേക്ഷിച്ച ബാഗും പോലീസ് കണ്ടെടുത്തു. ചന്തേര SI C പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. തിരുവനന്തപുരം വർക്കലയിലെ സ്ഥിരം മോഷ്ടാക്കളാണ് പ്രിൻസും സുനിലും. ഇത്തവണ ഇവർ മോഷ്ടിച്ചത് പാളയംകുന്ന് താബൂക്ക് കമ്പനിയിലെ സാധന സാമഗ്രികളും 2 വളർത്തു നായ്ക്കളെയുമാണ്. പക്ഷെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത് കള്ളന്മാർക്ക് വിനയായി. ഒടുവിൽ 2 യുവാക്കളെയും അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വേങ്കോട് പ്രിയങ്ക നിവാസിൽ പ്രിൻസ്, ചാവർക്കോട് പുത്തൻവിള വീട്ടിൽ സുനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. താബൂക്ക് കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് കമ്പികളും തൊഴിലാളികൾ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളുമാണ് മോഷ്ടിച്ചത്. കമ്പനി വളപ്പിൽ വളർത്തിയിരുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിലുള്ള നായ്ക്കുട്ടിയെയും നാടൻ നായ്ക്കുട്ടിയെയും ഇരുവരും ചേർന്ന് മോഷ്ടിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച സാധന സാമഗ്രികൾ പാളയംകുന്നിലെ ആക്രി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി. പ്രതികൾ പ്രദേശത്തെ സ്ഥിരം മോഷ്ടാക്കളാണെന്ന് അയിരൂർ പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മധ്യപ്രദേശിൽ വർഷങ്ങളായി ബാലികാ സംരക്ഷണ കേന്ദ്രം നടത്തിവരുന്ന വൈദികനാണ് മലയാളിയായ ഫാദർ അനിൽ മാത്യു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം. കുട്ടിക്കടത്ത്, മതപരിവർത്തനം തുടങ്ങി പല ആരോപണങ്ങളുമുണ്ട്. ഒടുവിൽ അനുമതിയില്ലാതെ ശിശു സംരക്ഷണ കേന്ദ്രം നടത്തിയെന്ന കേസിൽ ഫാദർ അനിൽ മാത്യുവിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ വൈദികനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഭോപ്പാലിൽ വർഷങ്ങളായി ഓച്ചൽ എന്ന ബാലികാ സംരക്ഷണ കേന്ദ്രം നടത്തിവരികയാണ് ഫാദർ അനിൽ മാത്യു. ഏതാനും മാസങ്ങളായി സ്ഥാപനത്തിന്റെ ലൈസൻസ് അധികൃതർ പുതുക്കിക്കൊടുത്തിരുന്നില്ല. തുടർന്ന് ശിശു സംരക്ഷണ കമ്മീഷൻ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുകയും അനുമതിയില്ലാതെയാണ് സ്ഥാപനം നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വൈദികനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ശിശു സംരക്ഷണ കേന്ദ്രത്തിലുണ്ടായിരുന്ന 26 കുട്ടികളെ ക്രിസ്ത്യൻ ആരാധനാ സമ്പ്രദായത്തിലേക്ക് മാറ്റിയെന്നും ഹിന്ദു വിഭാഗത്തിലെ കുട്ടികൾക്ക് അവരുടെ ആരാധനാ രീതികൾ പിന്തുടരാൻ അനുമതിയില്ലെന്നും FIRൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ വൈദികനെ റിമാൻഡ് ചെയ്തു. നേരത്തെ ജാർഖണ്ഡ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 26 പെൺകുട്ടികളെ സ്ഥാപനത്തിൽ നിന്ന് കാണാതായി എന്ന ആരോപണത്തിലും അനിൽ മാത്യുവിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന പരിശോധനയിൽ തെളിഞ്ഞു. പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾ വീടുകളിലേക്ക് മടങ്ങിയതാണെന്ന് പോലീസ് പിന്നീട് വ്യക്തമാക്കി. ന്യൂസ് 18 ഭോപ്പാൽ. കോവിഡ് കാലത്ത് സാനിറ്റൈസർ നിർമ്മാണത്തിന്റെ മറവിൽ കർണാടകത്തിൽ നിന്ന് വ്യാപകമായ രീതിയിലാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്ത് നടന്നത്. ഇങ്ങനെ 2021 നടന്ന സ്പിരിറ്റ് കടത്ത് കേസിൽ ഒരാൾ ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായി. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അജ്മലാണ് പിടിയിലായത്. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 11,034 ലിറ്റർ സ്പിരിറ്റാണ് അന്ന് പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മെയ് 6 സംഭവം. എക്സൈസ് സ്ക്വാഡ് പൊൻകുഴിയിൽ നടത്തിയ പരിശോധനയിലാണ് നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ 52 ബാരലുകളായി ഉണ്ടായിരുന്ന 11,034 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചത്. മലപ്പുറം ജില്ലയിലെ അഴിഞ്ഞിലം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന VAB കോസ്മെറ്റിക്സ് എന്ന സ്ഥാപനത്തിന്റെ സാനിറ്റൈസർ നിർമ്മാണത്തിന്റെ മറവിലായിരുന്നു സ്പിരിറ്റ് കടത്ത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ
സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണറായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ബഷീർ പ്രതിയാണെന്ന് കണ്ടെത്തിയെങ്കിലും വിദേശത്തായതിനാൽ പിടികൂടാനായില്ല. അന്വേഷണ സംഘം കർണാടകയിലും മലപ്പുറം ജില്ലയിലെ അഴിഞ്ഞിലം, കൊണ്ടോട്ടി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മൈസൂർ, മാണ്ഡ്യ, കൊപ്പം ഭാഗത്തെ NSL ഷുഗേഴ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് വ്യക്തമായി. കോവിഡ് സമയത്ത് സാനിറ്റൈസർ നിർമ്മാണത്തിനെന്ന പേരിൽ ഡ്രഗ്സ് വിഭാഗത്തിന്റെ ലൈസൻസ് ഉപയോഗിച്ചായിരുന്നു സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഈ സ്ഥാപനത്തിന്റെ പാർട്ണർമാരായ ഒന്നാം പ്രതി അബ്ദുൽ ബഷീറും PC അജ്മലും നേരിട്ടിടപെട്ടാണ് സ്പിരിറ്റ് ലഭ്യമാക്കിയതെന്നും കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് അജ്മലിനെ പിടികൂടിയത്. സ്ഥാപനത്തിന്റെ മറ്റൊരു പാർട്ണറായ വാഹിദ് ദീർഘകാലമായി വിദേശത്താണ്. കേസിലെ മറ്റൊരു പ്രതിയായ മുഹമ്മദ് ബഷീറിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിനും എക്സൈസ് ശ്രമങ്ങൾ ആരംഭിച്ചു. സുൽത്താൻ ബത്തേരി റേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് മൂലം വലിയ ആരോപണങ്ങൾ എക്സൈസ് നേരിട്ടിരുന്നു. ന്യൂസ് 18 വയനാട്. 12,000 രൂപ ഓണറേറിയം ലഭിക്കുന്ന പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് 50,000 രൂപ കൈക്കൂലി. കോഴിക്കോട് കൊടിയത്തൂരിലെ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർന്നതോടെയാണ് കോഴക്കഥ പുറത്തായത്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് സംഭവം പുറത്തുവരാൻ കാരണമായത്. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നൽകിയ പട്ടികയിലെ ആദ്യ റാങ്കുകാരി പിന്മാറിയിരുന്നു. നിയമനത്തിന് യോഗ്യയായ കൂമ്പാറ സ്വദേശിനിയായ രണ്ടാം റാങ്കുകാരിയോട് 50,000 രൂപയാണ് 7ാം വാർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ കരീം പഴങ്കൽ കോഴയായി ആവശ്യപ്പെട്ടത്. പാർട്ടി കുടുംബമായതിനാൽ കോഴയിൽ ഇളവ് നൽകണമെന്ന് UDF കൂടരഞ്ഞി നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി കിഴക്കരക്കാട്ട് ആവശ്യപ്പെടുമ്പോൾ സാധാരണ നിലയിൽ വലിയ തുകയാണ് ഭരണസമിതി വാങ്ങാറെന്ന് കരീം പറയുന്നു. ഞങ്ങൾ സാധാരണ നിയമത്തിലൊക്കെ വലിയ പൈസ വാങ്ങാറുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ 50 പാർട്ടിക്കാരാണ്, അവർക്ക് പൈസക്കുള്ള ആക്കൊന്നുമില്ല. പാല് വിറ്റ് ജീവിക്കുന്ന പിള്ളേരാണ്. സ്ഥിരം ജോലിയല്ലേ, 2 മണിക്കൂറിന് 12,000 രൂപ പഞ്ചായത്തിന് കൊടുക്കല്ലേ. പിന്നെ അങ്ങനെ ആക്കണം, എന്തെങ്കിലും ചെറിയ ഞാൻ പറയാം. പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളുടെ പേരിൽ സണ്ണി തയ്യാറാക്കിയ തിരക്കഥയാണ് ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നിലെന്ന് കരീം പറയുന്നു. തന്നെ ഇങ്ങോട്ട് വിളിച്ചാണ് കരീം പണം ആവശ്യപ്പെട്ടതെന്ന് സണ്ണിയും പ്രതികരിച്ചു. അവൻ എന്നോട് പറഞ്ഞു 50,000 രൂപ ആ പെൺകുട്ടിയോട് വാങ്ങിക്കണം, 12,000 രൂപ പെർ മന്ത് അവർക്ക് സാലറി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ട, അതിലെന്നോട് അവൻ പറഞ്ഞു 10 രൂപ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിൽ ഒരു പൈസ പോലും എനിക്ക് വേണ്ട. അവർ പശുവിനെ കറന്ന് പാല് വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരോട് പൈസ കിട്ടത്തില്ല, നീ ആ കേസ് ഒഴിവാക്കിക്കോ എന്ന് ഞാൻ അവനോട് തീർത്ത് പറഞ്ഞു. നിയമനങ്ങൾ സുതാര്യവും നിയമാനുസൃതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അറിയിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും, പാർട്ടിപരമായിട്ടുണ്ടാവും. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വരികയും അതുമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കോഴ വിവാദം അന്വേഷിക്കാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി 4 അംഗ കമ്മീഷനെ നിയോഗിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്തൊരു വാർത്തയിലേക്കാണ് ഇനി. പെരുമ്പാവൂർ സബ് കോടതിയാണ് തഹസിൽദാരുടെ വാഹനം ജപ്തി ചെയ്തത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനായി ഭൂമി വിട്ടു നൽകിയ ഭൂ ഉടമയ്ക്ക് നഷ്ടപരിഹാര തുക പൂർണ്ണമായും നൽകാത്തതിനെ തുടർന്നാണ് നടപടി. 30 ലക്ഷത്തിലധികം രൂപയാണ് ബ്രഹ്മപുരം സ്വദേശിയായ ശിവശങ്കറിന് ലഭിക്കാനുള്ളത്. ഹർജിക്കാരന് നൽകാനുള്ള തുക കെട്ടിവെച്ചാൽ മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ. ലാണ് ബ്രഹ്മപുരം സ്വദേശിയായ KN ശിവശങ്കരൻ മാലിന്യ പ്ലാന്റിന് വേണ്ടി 20 സെന്റ് ഭൂമി വിട്ടു നൽകിയത്. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും ഭൂമി വിട്ടു നൽകിയതിന്റെ നഷ്ടപരിഹാര തുക മുഴുവനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. പിന്നീട് പണം ലഭിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹം കോടതിയെ സമീപിച്ചു. എറണാകുളം ജില്ലാ കളക്ടറും കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരുമാണ് കേസിൽ എതിർകക്ഷികൾ.
30,50,000 രൂപയാണ് ശിവശങ്കറിന് ലഭിക്കാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് കേസ് പരിഗണിച്ച പെരുമ്പാവൂർ സബ് കോടതി കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത്. 2016 ആയപ്പോഴത്തേക്കും കോടതിയിൽ നിന്ന് വിധി വന്നു. പക്ഷേ സർക്കാർ അതിന് പൈസ കെട്ടിവെച്ചില്ല, വിധി പ്രകാരമുള്ള പൈസ കെട്ടിവെച്ചില്ല. തുടർന്ന് നമ്മൾ 2017 എക്സിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു വിധി നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരവും പൈസ കിട്ടിയില്ല. പക്ഷേ ഇതിനുശേഷം സർക്കാർ വാഹനം ജപ്തി ചെയ്തതിനെ തുടർന്ന് 50% പൈസ, ഏതാണ്ട് 30 ലക്ഷം രൂപയോളം വരുന്ന പൈസ കെട്ടിവെച്ചു. ജപ്തി ചെയ്ത വാഹനം പെരുമ്പാവൂർ കോടതി വളപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹർജിക്കാരന് നൽകാനുള്ള തുക കെട്ടിവെച്ചാൽ മാത്രമാണ് വാഹനം വിട്ടു നൽകുകയുള്ളൂ. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം പേരൂർക്കട ലോ അക്കാദമിയിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയെയും മാതാവിനെയും SFIക്കാർ മർദ്ദിച്ചെന്ന് പരാതി. കായംകുളം സ്വദേശി അർജുനും അമ്മയുമാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് +2 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ആനാട് വെള്ളരിക്കോണം സ്വദേശി ധനുഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊട്ടാരക്കരയിൽ മുൻ കഞ്ചാവ് കേസിലെ പ്രതികൾ വീണ്ടും 2 കിലോ കഞ്ചാവുമായി പിടിയിൽ. ആയൂർ സ്വദേശി കണ്ണൻ, ഇളമാട് തേവന്നൂർ സ്വദേശി അഖിൽ എന്നിവരാണ് പിടിയിലായത്. ഇടുക്കി മാങ്കുളത്ത് വനപാലകരെ ആക്രമിച്ചെന്ന കേസിൽ മൂന്നാർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. പറവത്തറ വീട്ടിൽ തരുൺ തങ്കപ്പനാണ് പിടിയിലായത്. എന്നാൽ കള്ളക്കേസാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. 11 പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. സ്നേഹിച്ചിരുന്നയാൾ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിന്റെ മനോവിഷമത്തിലാണ് തിരുവനന്തപുരത്തെ ഡോക്ടർ ഷഹന ജീവനൊടുക്കിയത്. അതിനു പിന്നിൽ സ്ത്രീധനം ആരോപണമൊക്കെ ഉയർന്നു വന്നിരുന്നു. സമാനമായ കേസല്ലെങ്കിൽ കൂടി പ്രണയിച്ചവൾ ഉപേക്ഷിച്ചു പോയതിന്റെ വേദനയിലാണ് നെയ്യാറ്റിൻകരയിലെ മിഥുൻ മോഹൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത്. സാധാരണ ഒരു പെൺകുട്ടിയാണ് പ്രണയത്തിന്റെ ഇരയാകുന്നതെങ്കിലോ ജീവനൊടുക്കുന്നതെങ്കിലോ കാമുകന്മാർക്കെതിരെ കേസും അറസ്റ്റും ഉണ്ടാകും. നെയ്യാറ്റിൻകരയിലെ യുവാവിനെ ചതിച്ചത് കാമുകിയാണ്. വെറും ചതി മാത്രമല്ല, പ്രണയത്തിന്റെ പേരിൽ പണവും ലാപ്ടോപ്പും ഐഫോണും ഒക്കെ മിഥുൻ തന്റെ പ്രിയപ്പെട്ടവൾക്ക് നൽകിയിരുന്നു. പക്ഷേ ഇവിടെ പക്ഷം പിടിക്കുകയല്ല. ഇര ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം. അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ മാറ്റം വരണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ